എന്നും കോൺഗ്രസിനൊപ്പം നിന്നിട്ടുള്ള അമേഠിയിൽ ഒരിക്കൽ കൂടി രാജ്യമുറ്റുനോക്കുന്ന പോരാട്ടത്തിന് കളമൊരുങ്ങി. ഇത്തവണയും രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ബിജെപിക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങുന്നത്. ഉത്തർപ്രദേശിലെ അമേഠിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചത് 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക്. തോറ്റിട്ടും സ്മൃതി ഇറാനി അമേഠിയിൽ സജീവമായിരുന്നു. അടുത്തിടെ അമേഠിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാര്യം എടുത്തുപറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ജയിച്ച എംപിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അമേഠിക്ക് വേണ്ടി തോറ്റ സ്മൃതി ഇറാനി ചെയ്തുവെന്നായിരുന്നു മോദിയുടെ പ്രസംഗം. 5 साल से स्मृति जी ने इतनी मेहनत इस क्षेत्र के विकास के लिए की है. कभी आपको ये लगने नहीं दिया कि आपने उनको हराया है या जिताया है. जीते हुए से ज्यादा काम करके दिखाया है. എംപിയായ രാഹുൽ ഗാന്ധിയെ മണ്ഡലത്തിൽ കാണാനില്ലെന്നാരോപിച്ച് ബിജെപി അമേഠിയിൽ പോസ്റ്റർ പ്രചരണവും നടത്തിയിരുന്നു. വിവിധ പരിപാടികളുമായി അമേഠിയിൽ ഇടയ്ക്കിടെ എത്തുന്ന സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് നടത്തിയിരുന്നത്. रक्षा मंत्री ने और उससे पहले वित्त मंत्री जी ने जिस प्रकार का जोरदार जवाब उनको लोकसभा में दिया वो भी राहुल गांधी के लिए पर्याप्त नहीं. सुप्रीम कोर्ट ने अपना जो रुख राष्ट्र के सम्मुख प्रस्तुत किया वो भी राहुल गांधी को गवारा नहीं. 1977 ജനതാ പാർട്ടിയും 98 ബിജെപിയും ജയിച്ചതൊഴിച്ചാൽ എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമാണ് അമേഠി. ഇത്തവണ രാഹുൽ ഗാന്ധി 2 മാസം മുൻപ് തന്നെ ഇവിടെ പ്രചാരണത്തിന് തുടക്കമിടുകയും ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷനും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള പോരാട്ടത്തിലൂടെ ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് അമേഠി മണ്ഡലം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.